കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മൃണാളിൻ്റെ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഒന്നല്ല, 2 റെസ്റ്റോറൻ്റാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. ഇനി ഒരു 34 റെസ്റ്റോറൻറ്റ്സും കൂടി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എയർപോർട്ടിൻ്റെ ഭാഗത്തും കാക്കനാടും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ മൃണാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് തള്ളുകളിലൂടെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് മൃണാളിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മൃണാൾ താൻ ചെയ്ത തെറ്റ് എന്താണ്, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അതാണ് എന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്ന രീതിയിലൊക്കെ മൃണാൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, മൃണാളിൻ്റെ കുറച്ച് തള്ളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. മൃണാൾ പറയുന്നൊരു വാക്കുണ്ട്, അതായത് സോഷ്യൽ മീഡിയ മൃണാളിന് അലർജിയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മൃണാൾ ബ്ലോക്ക് ചെയ്യും. പക്ഷേ ഈ മൃണാൾ വന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് എന്നത് പുള്ളി മറന്നു പോകുന്നു. ഈ വന്ന വഴി മറക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടാത്ത മൃണാൾ എന്തിനാണ് കാശ് കൊടുത്ത് ഓൺലൈൻ റിവ്യൂകൾ ഇടിക്കുന്നത്? അതിൻ്റെ ഉത്തരം മൃണാൾ തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിന് തെളിവുണ്ടോ? ഉണ്ട്, ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഈ ഗൂഗിൾ റിവ്യൂ ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ എന്തെങ്കിലും സാധനം മേടിച്ചു, അതിലും ഭക്ഷണം കഴിച്ചു, അത് നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. അപ്പോൾ അത് റിവ്യൂ എഴുതിയിട്ട് കഴിഞ്ഞാൽ അടുത്ത് ഇനി ആ സാധനം യൂസ് ചെയ്യാൻ പോകുന്നവർക്ക് ആ റിവ്യൂ നോക്കിയിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പെയ്ഡ് റിവ്യൂകളാണ് മൃണാൾ ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും. എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും നിങ്ങൾ ChatGPT-യിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് 5 സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റാൻഡമായിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വർക്ക്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസും പിന്നെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് റാൻഡം ആൻസേഴ്സ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഗൂഗിളിൽ ലിസ്റ്റ് ആയതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ QR കോഡ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഗൂഗിളിൽ റിവ്യൂ ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. മനസ്സിലായല്ലോ? അതായത് ഇവർ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് ChatGPT-യിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ അല്ലെങ്കിൽ ആ ഫുഡിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ChatGPT-ന്ന് കിട്ടും. അത് വെച്ചിട്ട് ഇവരുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പൊടിമായങ്ങൾ എഴുതി ചേർത്തിട്ട് അത് ഈ റിവ്യൂവിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് റിവ്യൂ അപ്ഡേറ്റഡ് ആയി കഴിയുമ്പോഴേക്കും ഇവരുടെ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് കാശിട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ ഭക്ഷണം കൊള്ളാത്തത് കൊണ്ടല്ലേ ഈ ഫേക്ക് റിവ്യൂ ഇടിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് തള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റ് പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബിരിയാണി വിറ്റ് പോകുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടേതാണ്, ഹംഗ്രി മൃണാളിൻ്റെതാണ് എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അവിടെ പോകുന്ന ഒരുപാട് പേര്, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, പക്ഷേ എനിക്ക് പറ്റുവാണെങ്കിൽ ഈ 15-ന് ഞാൻ ഹംഗ്രി മൃണാളിൽ പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പോയതിനു ശേഷമുള്ള വിശേഷങ്ങൾ ഞാൻ അതിന് ശേഷം പറയാം. അവരുടെ കോൺസെപ്റ്റ് നല്ലതാണ്. കാരണം ആവശ്യമുള്ളത് മാത്രം മേടിച്ച് കഴിച്ചാൽ മതി എന്നുള്ള കോൺസെപ്റ്റ്. ഇപ്പോൾ ഊണ് കഴിക്കാൻ പോകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ 2-3 കറിയുടെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ ഹോട്ടലിലും പോകുമ്പോഴേക്കും ഒരുപാട് കറികളുണ്ടാവും. നമ്മളതിൽ പകുതി മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ബാക്കി വയ്ക്കും. ഒരുപാട് പേര് ബാക്കി വെച്ച് വേസ്റ്റ് ആക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ കറികൾക്കും പ്രൈസ് ഈടാക്കുന്നുണ്ട്. ചോറിന് സെപ്പറേറ്റ് പ്രൈസ്, അതുപോലെ ഓരോ കറികൾക്കും, സാമ്പാറാണെങ്കിലോ അല്ലെങ്കിൽ അവിയലാണെങ്കിലോ തോരനാണെങ്കിലോ ഓരോന്നിനും ഓരോ വിലകളാണ് ഇവർ നിശ്ചയിച്ചിട്ടുള്ളത്. ആ പൈസ കൊടുത്ത് വേണം മേടിക്കാൻ. അപ്പോൾ ചിലപ്പോൾ 1-2 കറി മാത്രമേ മേടിക്കത്തുള്ളൂ. അപ്പോൾ വേസ്റ്റ് ആവില്ല. അത് നല്ല കോൺസെപ്റ്റാണ്, അതിന് യാതൊരു തെറ്റും പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത മൃണാളിൻ്റെ സംസാരമാണ്. എന്നെ കവിഞ്ഞ് വേറൊന്നുമില്ല, വേറെ ആരുമില്ല, ഞാൻ കഴിഞ്ഞാൽ പ്രളയം എന്ന് പറയുന്ന രീതിയിലാണ് മൃണാൾ സംസാരിക്കുന്നത്. എല്ലാത്തിനോടും പുച്ഛമാണ്. കഴിക്കുന്ന ആൾക്കാരോടും. ഒരാളൊരു സാധനം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ബിരിയാണി കഴിച്ചു, ബിരിയാണി കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മൃണാൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഒന്നുകിൽ നീ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ കഴിച്ചത് മേടിച്ച് ഒരുപാട് സമയം കഴിഞ്ഞ് അത് കേടായതിനു ശേഷമാണ് കഴിച്ചത്, അതല്ലെങ്കിൽ നിനക്ക് ബിരിയാണിയെക്കുറിച്ചൊന്നും അറിയില്ല. ഇതാണ് മൃണാളിൻ്റെ സംസാരം. അപ്പോൾ ഇത്തരത്തിൽ കഴിക്കുന്നവരെയും അതിനെക്കുറിച്ച് റിവ്യൂ പറയുന്നവരെയും ഒക്കെ പുച്ഛത്തോടെ സംസാരിക്കുന്ന മൃണാളിൻ്റെ പുതിയ പേര് പുച്ഛേഷൻ ആക്കേണ്ടി വരും. ഇനി നമുക്ക് മൃണാളിൻ്റെ ഒരു പ്രശ്നം കേൾക്കാം. അതായത് ആൾ ഭയങ്കര പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ പെട്ടുപോകാതെ കൂടെ നോക്കണം. നമുക്ക് നല്ല പ്രശ്നം എന്താണെന്ന് കേട്ട് നോക്കാം. ഒരു പ്രശ്നമുണ്ട്, ഒരു ഹെൽപ്പ് വേണം. കൊച്ചിയുടെ എല്ലാ ഭാഗത്തു നിന്നും, ഞങ്ങൾക്ക് ഈ ഭാഗത്ത് തൃപ്പൂണിത്തുറയിൽ ഇടപ്പള്ളിയിൽ മാത്രമല്ല റെസ്റ്റോറൻറ്റ്സ് ഉള്ളൂ, അവിടേക്ക് കസ്റ്റമേഴ്സിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ലഞ്ച് ടൈമിലൊക്കെ കുറച്ച് സമയമല്ലേ ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമല്ല, ഇവിടുത്തെ ഭീകരമായ തിരക്ക് കാരണം പലപ്പോഴും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് പോകാനും പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ കൊച്ചിയിലെ ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയോ? അല്ല, ഞാനൊരു 10-12 വർഷം കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അത്യാവശ്യം നല്ല നല്ല റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട്. ഞാനൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് പാലാരിവട്ടം പൈപ്പ് ലൈൻ ബൈപ്പാസിലുള്ള ആ ഫ്ലൈ ഓവറിൻ്റെ
അവിടുന്ന് ആലിഞ്ചോടേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളത്. നല്ല അസൽ ഫുഡാണ്. ഞാൻ ചോദിച്ചു വന്നത് ഇയാളുടെ ഒരു റെസ്റ്റോറൻറ്റ് എടപ്പള്ളിയിലാണ്, ഒരെണ്ണം തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ ഈ 2 റെസ്റ്റോറൻറ്റ് മാത്രമേ കൊച്ചിയിലുള്ളൂ? ബാക്കിയെല്ലാം അടച്ചു പൂട്ടി പോയോ? എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം കൊച്ചിയിലെ എല്ലാ റെസ്റ്റോറൻറ്റും അടച്ചു പൂട്ടി 2 മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ബാക്കി നോക്കാം. ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ എന്ന് പറയുന്നത് 36 റെസ്റ്റോറൻറ്റുകൾ കൊച്ചിയിലും പരിസര പ്രദേശത്തും ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 തുടങ്ങി, ഒരെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നു. 5 കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തുടങ്ങണം. മേനക, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, കടവന്ത്ര, തോപ്പുംപടി, കാക്കനാട്. ഈ 5 സ്ഥലങ്ങളിൽ എനിക്കൊരു 300 സ്ക്വയർ ഫീറ്റിനും 2000 സ്ക്വയർ ഫീറ്റിനും ഇടയിലുള്ള ലൊക്കേഷൻസ് വേണം. എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് അറിയിക്കാമോ? 9995930055 ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഐ എം ഹാപ്പി ടു പേ യു 15,000 റുപ്പീസ് ഓരോ ലൊക്കേഷനും. അതിനുള്ള ബ്രോക്കറേജും കമ്മീഷനും പരിപാടിയൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാട്ടോ, ഒരു പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ? ഒന്ന് പറയണേ. അപ്പോൾ എനിക്ക് അവിടെയാണ് എൻ്റെ സംശയം ഇരട്ടിക്കുന്നത്. കാരണം ഈ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റൊക്കെ ഇപ്പോൾ പൂട്ടി പോകുമല്ലോ, എവിടെയും കച്ചവടം ഉണ്ടാവില്ലല്ലോ. ഇനി മൃണാളിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മൃണാൾ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് മൃണാൾ പ്ലാൻ ചെയ്തതും റൺ ചെയ്ത് പോകുന്ന 2 റെസ്റ്റോറൻറ്റും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റ്. പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൃണാൾ പറയുന്ന ഒരു കാര്യം, പുറത്ത് തട്ടുകടയിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് ഇവിടെ സാധനം കിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാരും വരണ്ട. ശരിക്കും സാധാരണക്കാർ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ തട്ടുകടകളെ ആശ്രയിക്കുന്നത്. 1 ചൂടായിട്ടുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടി, 2 വില കുറച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ മൃണാൾ പറയുന്നു എൻ്റെ റെസ്റ്റോറൻറ്റ് സാധാരണക്കാർക്ക് വേണ്ടിയാണ്, സാധാരണക്കാരന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന സാധാരണക്കാർ ചിന്തിക്കുന്നത് വലിയ വില ഉണ്ടാവില്ല, അത്യാവശ്യം ക്വാളിറ്റി സാധനം കിട്ടും, പിന്നെ AC ഒക്കെയാണ്. മൃണാൾ തന്നെ പറയുന്നത് AC ആണ്, ഇത്രയും ഫെസിലിറ്റി എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ സാധാരണക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്? സാധാരണക്കാരുടെ റെസ്റ്റോറൻറ്റ് ലൈക്ക് തട്ടുകട സ്റ്റൈൽ അല്ലെങ്കിൽ തട്ടുകടയിലെ ഒരു പ്രൈസും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരൻ്റെ മനസ്സിൽ. അപ്പോൾ ഇനി ദയവേത് സാധാരണക്കാരൻ്റെ കട എന്ന് ആ ഒരു ലേബൽ ഒഴിവാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടല്ലോ, 2 റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, 3ാമത്തെ പണി നടക്കുന്നു, ഇനി 33 റെസ്റ്റോറൻറ്റ്സ് വേണം. അപ്പോൾ എനിക്ക് കൊച്ചിയിലുള്ള മറ്റ് റെസ്റ്റോറൻറ്റുകാരോട് പറയാനുള്ളത്, നിങ്ങൾ പൂട്ടി പോകുന്നതാണ് മക്കളെ നല്ലത്. കാരണം മൃണാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും കച്ചവടം ഉണ്ടാകത്തില്ല. കാരണം കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന ക്ലൗഡ് കിച്ചൺ മൃണാളിൻ്റേതാണ്. ബാക്കി എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുക, ബാക്കി ആർക്കും കച്ചവടം ഇല്ല, പൂട്ടിക്കെട്ടാറായി. പക്ഷേ മൃണാളിൻ്റെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതിനകത്ത് ഈച്ചയും കൂടി ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് ഈച്ചയെക്കുറിച്ച് പറയുന്നതൊക്കെ, ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പക്ഷേ ഈച്ച കൂടി ഉൾപ്പെടുന്ന ബിരിയാണിയാണ് മൃണാൾ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വേറൊരു വീഡിയോ കേൾക്കാം. ഹായ്, ഞങ്ങളുടെ എടപ്പള്ളിയിലും തൃപ്പൂണിത്തുറയിലും റെസ്റ്റോറൻറ്റുകളിലെ ഭയങ്കരമായിട്ട് പൈസ ഇങ്ങനെ വന്നിട്ട് അത് ഇപ്പോൾ ഉള്ള അക്കൗണ്ടിങ് ടീമിന് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയധികം പൈസ എണ്ണി തിട്ടപ്പെടുത്തി അക്കൗണ്ട് ചെയ്ത് റെഡിയാക്കണ്ടേ. ഭീകരമായ രീതിയിൽ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളെയും കൂടെ വേണം. എടപ്പള്ളി ഭാഗത്ത് തന്നെ ഉള്ള പോയി വരാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായാൽ വളരെ നല്ലത്. ടാലി അറിയണം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. പൈസ ഇങ്ങനെ വന്ന് കുന്നുകൂടി കിടക്കുകയാണ്. അതിനകത്തുനിന്ന് ഏതെടുക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല മൃണാളിന്. അപ്പോൾ അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ ടീമിലേക്ക് ഒരാളെ കൂടി വേണം. പെൺകുട്ടി ആയാൽ ബെറ്റർ. കാരണം അതിപ്പോൾ പെൺകുട്ടികൾ കുറച്ചധികം ആത്മാർത്ഥത കൂടുതലാണ് എന്നായിരിക്കും ഒരു പക്ഷേ ആശാൻ ഉദ്ദേശിക്കുന്നത്. ഈ പൈസകളെല്ലാം കുന്നുകൂടി കിടക്കുമ്പം ഈ ചിതറിയൊക്കെ വീണ് പോകുമല്ലോ. ആ ചിതറി വീണ് പോകുന്ന പൈസ എടുത്ത് തിരിച്ചിടാൻ വേണ്ടി ഒരു ക്ലീനിങ് സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് വെക്കുന്നില്ല, ഒരു ക്ലീനിങ് സ്റ്റാഫിനെ വേണമെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ തള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പൈസ ഇമാതിരി പൈസകൾ വരാനായിട്ട് അവിടെയാണ് ഞാൻ വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നത്. കൊച്ചിയിൽ വേറെ റെസ്റ്റോറൻറ്റ്സ് ഇല്ലേ? അതോ കൊച്ചിയിലെ നാട്ടുകാർ മുഴുവൻ ഇവിടേക്കാണ് പോകുന്നത്? ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോഴൊന്നും അവിടെ അധികം ആൾക്കാരുള്ളതായിട്ട് കാണുന്നുമില്ല. ഇനി കച്ചവടം ഉള്ളത് നല്ലതാണ്, പൂട്ടി പോകുന്നതിനോടൊന്നും നമുക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഈ തള്ളുകൾ കേൾക്കുമ്പോൾ ഇയാളെ പോലെ വേറൊരാളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇമാതിരി തള്ളാനായിട്ട്. നമുക്കിനി ഇദ്ദേഹം ഒരു സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. യൂട്യൂബേഴ്സിനിടയിൽ ഒരൊറ്റ സംഘടന ഉള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ സംഘടനയെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സംഘടനയുടെ പേരൊന്നും ഞാൻ വലിച്ചിടുന്നില്ല. നമുക്ക് മൃണാൾ പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം. അതിന്റെ ബാക്കിയായിട്ടായിരിക്കും ഇത്ര. ഞാൻ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു സംഘടനയുടെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി. എന്നിട്ട് എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിന് പോകാൻ പാടില്ലായിരുന്നു. ബി, പോയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വായ ഞാൻ അടക്കി വെക്കണമായിരുന്നു. അത് സംഘടനയുടെ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും നിങ്ങൾ വാ അടച്ചു വെച്ചാൽ കുറേ ചീത്തപ്പേര് ഒഴിവാക്കാം. കാര്യം നിങ്ങൾ വാ തുറന്ന പ്രശ്നമാണ്. സത്യം, മൃണാൾ വാ തുറന്ന പ്രശ്നമാണ്. പിന്നെ അവിടെ യുദ്ധമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലെയാണ് മൃണാൾ വാ തുറന്നു കഴിഞ്ഞാൽ. യുദ്ധമാണ് മക്കളെ, യുദ്ധം. ഒരു രക്ഷയില്ല. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് ഇറാൻ യുദ്ധം നടന്നുകൊണ്ടാണ്.
എന്താ പറയാ, ബാക്കി കേൾക്കാം. ഞാൻ ഇന്ന് വരെ ഒറ്റ ഫുഡ് ബ്ലോഗ് കണ്ടിട്ടില്ല. നമ്മൾ അതാണ് പ്രശ്നം. നല്ല ഫുഡ് വ്ലോഗ്സ് ഒന്നും മൃണാൾ കണ്ടിട്ടില്ല. മൃണാൾ കണ്ടിട്ടുള്ളത് മൃണാൾ ചെയ്തിട്ടുള്ള ഫുഡ് വ്ലോഗ്സ് ആയിരിക്കും. അത് ഈ പറയുന്ന ഓരോ കടകളിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുന്ന ഫുഡ് വ്ലോഗ്സ്, മറ്റ് കച്ചവടക്കാരെ കുറ്റം പറയുന്ന ഫുഡ് വ്ലോഗ്സ്, ഇത് മാത്രമേ മൃണാൾ കണ്ടിട്ടുള്ളൂ. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം. തരല്ല, ഇത് വേറെ തലാണ്, വേറെ ലോ ലെവലാണ്. നമ്മുടെ തരമല്ല, വേറെ ലെവൽ, ലോ ലെവൽ. നമ്മള് വേറെ തരാണ്. നമ്മള് വെറുതെ എന്തിനാ? ഒരാൾ പോസിറ്റീവ് റിപ്പോർട്ട് ഇട്ടു, പോസിറ്റീവായിട്ട് കാര്യം പറഞ്ഞ് ഇഷ്ടമായി എന്നുള്ള രീതിയിലാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്ന ഒരാൾ പറഞ്ഞത്. അങ്ങനെ എന്തോ മെസ്സേജ് അയക്കോ ആർട്ടിക്കിൾ ഇടുകയോ എന്തോ ചെയ്തു, നിങ്ങൾ ആളെ ബ്ലോക്ക് ചെയ്തു എന്നാണ്. നോട്ട് ഇൻട്രസ്റ്റഡ്. വൈ? സോഷ്യൽ മീഡിയ വഴിയുള്ള ഡിഗിങ്ങിൽ എനിക്ക് താല്പര്യമില്ല. മൃണാൾ ഇത്രയും കാലം പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സോഷ്യൽ മീഡിയ വഴി തന്നെയല്ലേ താങ്കളുടെ ഫുഡ് വ്ലോഗ്സ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അതോ അതിന് വേറെ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയ കൂടി തന്നെയല്ലേ മൃണാൾ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും അറിയപ്പെടുന്നത്? ഞാൻ ശരിക്കും മൃണാൾ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത് ഈ പറയുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണ്. ആ സംഘടനയിലുള്ള ആൾക്കാരെ കുറിച്ച്, അവരുടെ തീരുമാനങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചതിൻ്റെ പേരിൽ അവരെടുത്തിട്ട് അലക്കിയപ്പോഴാണ് ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് മൃണാൾ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത്, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിയത്. ഇപ്പം ഇയാൾക്ക് സോഷ്യൽ മീഡിയ പുച്ഛം. പക്ഷേ ഫേക്ക് റിവ്യൂ കൊടുക്കാൻ സോഷ്യൽ മീഡിയ വേണം, അതിന് സോഷ്യൽ മീഡിയ വേണം. അപ്പോൾ ഈ ഉപദേശവും ഒരുമിച്ച് വേണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി നോക്കാം. അൺറിയൽ വേൾഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ? നേരിട്ട് വന്നിട്ട് പറയും. ഈ ചിരിയാണ് മൃണാളിന്റെ ഹൈലൈറ്റ്. ഇതാണ് ആശാന്റെ ഹൈലൈറ്റ്. ഈ ചിരി ഇല്ലെങ്കിൽ മൃണാൾ ഇല്ല. ഇനി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു അൺറിയൽ വേൾഡാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അവിടെ സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതിനോട് ഞാൻ വിയോജിപ്പ് പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ഒരാൾ, സോഷ്യൽ മീഡിയ ഉയർത്തിക്കൊണ്ട് വന്ന ഒരാൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടി ജനങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന ഒരാൾ സോഷ്യൽ മീഡിയ ഒരുതരം പുച്ഛത്തോടെ നോക്കി കാണുമ്പോൾ എനിക്ക് മൃണാളിനോട് പുച്ഛം തോന്നുകയാണ്. പുച്ഛത്തിലുപരി സഹതാപം തോന്നുകയാണ്. ഒരു മനുഷ്യന് ഇത്രയും അധപ്പതിക്കാൻ പാടില്ല. നോക്കാം ബാക്കി. എന്റെ പൊന്നു സാറേ, നിങ്ങൾ മണ്ണിൽ ചവിട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നല്ലേ ഏറ്റവും നല്ലത്. നിങ്ങൾ കൃഷിനെ കുറിച്ചിട്ട് എന്തിനാ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എഴുതി ലേഖനം എഴുതുന്നത്? അല്ല, എഴുതിക്കോ, നോ വിരോധം, നിങ്ങളുടെ ഇഷ്ടം. റെസ്റ്റോറൻറ്റ് തുടങ്ങി തുടക്കകാലത്ത് പൊറോട്ട മോശമാണ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദയനീയായിരുന്നു. എന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, അതേക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇദ്ദേഹം ഈ ആങ്കർ ചോദിക്കുന്നത് റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ സമയത്ത് തുടക്കകാലത്ത് പൊറോട്ട മോശമായിരുന്നു. അപ്പോൾ മൃണാൾ പറയുന്നുണ്ട്, ഞാൻ ഈ കഴിച്ച ആൾക്കാരിലെ പലരുടെയും വീട്ടിൽ പോയിട്ട് കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മൃണാൾ പറയുന്നുണ്ട്. അതേക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ അവിടെ പോയി കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. ഞാൻ അവിടെ കഴിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ 15-ാം തീയതി ഞാൻ പോകുന്നുണ്ട്. പോകാൻ എനിക്ക് പറ്റുവാണെങ്കിൽ, സമയം അനുവദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹംഗ്രി മൃണാളിൽ പോവും, കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കും. എന്നിട്ട് അവിടുത്തെ രീതികൾ ഞാനൊന്ന് നോക്കിയിട്ട് ബാക്കി ഞാനപ്പോൾ സംസാരിക്കാം. ഇതൊക്കെയാണ് മൃണാളിൻ്റെ തള്ളുകളിൽ കുറച്ച് ഭാഗം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. മൃണാളിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. 4300-ലേക്ക് എത്തുകയാണ് നമ്മുടെ ഫാമിലി. അത് ഇനിയും ഒരുപാട് ആളുകളിലേക്ക്, ഒരുപാട് കുടുംബങ്ങളിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, ആൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരത്തുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.